കൃഷ്ണന് യാതൊരു റോളുമില്ല അതിനകത്ത്. കൃഷ്ണന്റെ റോൾ അവിടെ ഉണ്ടാക്കിയെടുത്ത റോളാണ് ഇത്. വിഷു എന്ന് പറയുന്നത് മലയാളിയുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. തമിഴ്നാടിന്റെ മൺസൂൺ ഇവിടെ കിട്ടുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഭൂമിക്കുണ്ടാകുന്ന ഒരു മാറ്റം സമയത്ത് കർഷക സമൂഹങ്ങൾ എല്ലാം ആഘോഷിച്ച ഒരു ആഘോഷം മാത്രമാണത്. പിന്നീട് ഇപ്പോൾ അതായത് എല്ലാ സെക്ടറിൽ നിന്നും, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറും സർവീസ് സെക്ടറും എല്ലാം ചേർന്ന് എല്ലാ മലയാളികളും ആഘോഷിക്കുന്നു. ഇപ്പോഴത്തെ കൺസ്യൂമർ സംസ്കാരത്തിന്റെ ഭാഗമായി ഇത് പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ കടന്നു വരുന്നു. ഇക്കണോമിക്കലി നമുക്കൊരു ഉണർവുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ആഘോഷിക്കുക. അതങ്ങനെ വെറുതെ ബ്രാഹ്മണ മതത്തിന് തന്നെ വിട്ടുകൊടുക്കേണ്ട, ഓണം പോലെ ആഘോഷിക്കേണ്ട ഒരു ആഘോഷമാണ്. നിങ്ങൾക്ക് കണിവെക്കാം നിങ്ങളുടേതായ രീതിയിൽ. കൃഷ്ണനെ ഇല്ലാതെ തന്നെ കാർഷിക വിഭവങ്ങളെല്ലാം കൂടെ എടുത്ത് ഒന്ന് കാണുക എന്ന് പറയുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അത്രേ ഉള്ളൂ. അല്ലാതെ അത് വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് കാണണമെന്ന്, ആ കാഴ്ച കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാം. അതിനകത്തൊന്നും ഒരു ദൈവങ്ങളുടെ ഇതൊന്നും കൊണ്ടുവെക്കേണ്ട കാര്യമില്ല. അത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഐശ്വര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അത് കണ്ടതുകൊണ്ട് നമുക്ക് നന്മയൊന്നും ഉണ്ടാകുന്നില്ല. കാണുമ്പോൾ നമുക്കൊരു നീറ്റ്നെസ് തോന്നുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇനി ഇത് കൃഷ്ണനെ എടുത്തു മാറ്റി ഇത് കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ബ്രാഹ്മണ ശാപം ഉണ്ടാകാനും പോകുന്നില്ല. അങ്ങനെ ബ്രാഹ്മണ ശാപമൊക്കെ ഉണ്ടായി തട്ടിപ്പോകുമായിരുന്നെങ്കിൽ ഞാനൊക്കെ എന്നെ തട്ടിപ്പോകണമായിരുന്നു. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ സംസാരിക്കാതിരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഹിപ്പോക്രസി എന്ന് പറയുന്നത്.